അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. സൂറത്തുൽ ഐന, ഐശ്വര്യത്തിൻ്റെ സൂറത്ത് എന്ന് മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ചു തന്ന ഒരു സൂറത്തുണ്ട്. ആ സൂറത്ത് നാം പാരായണം ചെയ്യാൻ തയ്യാറാണെങ്കിൽ നമ്മിലേക്ക് ഐശ്വര്യം വന്നെത്തും. പ്രത്യേകിച്ച് സ്ത്രീകൾ പാരായണം ചെയ്താൽ വീട്ടിൽ ദാരിദ്ര്യം നീങ്ങുകയും ഐശ്വര്യം വന്നു ചേരുകയും ചെയ്യുമെന്ന് മുത്തുനബി പഠിപ്പിച്ചു തന്ന സൂറത്ത്. ആ സൂറത്ത് ഏതാണ്, എപ്പോഴാണ് നാം പാരായണം ചെയ്യേണ്ടത് എന്ന് നമുക്ക് ഈ വീഡിയോയിലൂടെ നമുക്ക് പഠിക്കാം ഇൻഷാ അള്ളാഹ്. വീഡിയോ നിങ്ങൾ പൂർണ്ണമായും കാണുക, കേൾക്കുക, മറ്റുള്ളവരിലേക്ക് നിങ്ങൾ ഷെയർ ചെയ്തു കൊടുക്കുക. വീഡിയോക്ക് നിങ്ങളൊരു അൽഹംദുലില്ലാ മാഷാ അള്ളാഹ് കമൻറ്റ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. അല്ലാഹു സുബ്ഹാനഹു തആല നമ്മുടെ എല്ലാ പ്രയാസങ്ങളും ദുരിതങ്ങളും ഒക്കെ മാറ്റി തരുമാറാകട്ടെ. കടങ്ങളെ കൊണ്ട് പ്രയാസപ്പെടുന്നവരുടെ കടങ്ങൾ വീട്ടാനുള്ള വഴികൾ അല്ലാഹു തആല തുറന്നു തരുമാറാകട്ടെ. ആമീൻ റഹ്മതിക യാ അർഹമർ റഹീമീൻ. നമ്മുടെ കൂട്ടത്തിൽ ഒരുപാട് ആളുകൾ പല വിഷമങ്ങളെ കൊണ്ട് പ്രയാസങ്ങളെ കൊണ്ട് ബുദ്ധിമുട്ടുന്നവരുണ്ട്. കടങ്ങളെ കൊണ്ട് പ്രയാസപ്പെടുന്നവരുണ്ട്, രോഗങ്ങളെ കൊണ്ട് പ്രയാസപ്പെടുന്നവരുണ്ട്. എല്ലാത്തിനും പരിഹാരമാണ് ഈ സൂറത്ത്. നിങ്ങളൊരു കച്ചവടം നടത്തുന്ന ആളാണോ? കച്ചവടത്തിൽ, നിങ്ങളുടെ ബിസിനസ്സിൽ, നിങ്ങളുടെ കടയിൽ കച്ചവടമില്ല, വളരെ പ്രയാസത്തിലാണ്, ബുദ്ധിമുട്ടിലാണ് എന്നാണ് നിങ്ങൾ ചിന്തിക്കുന്നതെങ്കിൽ, അങ്ങനെയാണ് ഉള്ളതെങ്കിൽ ഈ സൂറത്തിനെ നിങ്ങൾ പാരായണം ചെയ്തു നോക്കൂ. എന്നാൽ നിങ്ങൾക്ക് ഉന്നതമായിരിക്കുന്ന വിജയം നിങ്ങളുടെ കച്ചവടത്തിൽ നേടിയെടുക്കാൻ കഴിയും. നിങ്ങളുടെ മകളുടെ വിവാഹം ശരിയാവണോ? നിങ്ങൾക്ക് ഈ സൂറത്ത് അതിന് പരിഹാരമാണ്. നിങ്ങൾക്ക് നല്ല വരുമാനം ലഭിക്കണോ? ഈ സൂറത്ത് പരിഹാരമാണ്. കടത്തിൽ കുടുങ്ങി നിൽക്കുന്ന ആളാണോ? ഏത് വിധത്തിലുള്ള കടത്തിൽപ്പെട്ടവരാണെങ്കിലും എല്ലാത്തിനും പരിഹാരമാണ് ഈ സൂറത്ത്. മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമുക്ക് അവിടെ നിന്ന് പഠിപ്പിച്ചു തന്ന സൂറത്താണിത്. സൂറത്തുൽ ഐന, ഐശ്വര്യത്തിൻ്റെ സൂറത്ത് എന്ന്. ഇങ്ങനെ ഒരു സൂറത്ത് ഖുർആനിൽ ഞാൻ കണ്ടിട്ടില്ലല്ലോ. ആ സൂറത്തിൻ്റെ മറ്റൊരു പേരാണ് സൂറത്തുൽ ഐന. മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമുക്ക് അവിടെ നിന്ന് പഠിപ്പിച്ചു തന്ന സൂറത്ത് സൂറത്തുൽ വാഖിഅ. സൂറത്തുൽ വാഖിഅ എല്ലാവരും ഓതുന്ന സൂറത്തായിരിക്കും. ഇശാ മഗ്‌രിബിന് ഇടയിൽ ഈ സൂറത്ത് നാം നിത്യവും പതിവാക്കണം. സൂറത്ത് യാസീൻ ഒരുപക്ഷെ എല്ലാവരും ഓതുന്നവരായിരിക്കും. അതോടൊപ്പം തന്നെ ഈ സൂറത്തിനെയും നാം പതിവാക്കണം. മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടെ നിന്ന് പറഞ്ഞത് കാണാം, മൻ ഖറഅ സൂറത്തുൽ വാഖിഅ ഫീ കുല്ലി ലൈലത്തിൻ, എല്ലാ രാത്രിയിലും ഒരാൾ സൂറത്തുൽ വാഖിഅ പാരായണം ചെയ്യുകയാണെങ്കിൽ ലം തുസിബഹു ഫാഖതൻ അബദ, ഒരു കാലത്തും അവനിക്ക് ദാരിദ്ര്യം വന്നെത്തുകയില്ല. ചിലരെങ്കിലും ചിന്തിക്കുന്നുണ്ടാവും, ഞാൻ ഒരുപാട് കാലമായല്ലോ സൂറത്തുൽ വാഖിഅ പാരായണം ചെയ്യാൻ തുടങ്ങിയിട്ട്, എന്നിട്ട് എൻ്റെ കടമൊന്നും ഇതുവരെ വീടിയിട്ടില്ലല്ലോ എന്ന് ചിന്തിക്കുന്നവരുണ്ടാകും. പ്രയാസപ്പെടേണ്ടതില്ല. അല്ലാഹു തആല വലിയവനാണ്. നാം ഓതുമ്പോൾ ആദ്യമായി ചിന്തിക്കേണ്ടത്, ഞാൻ ഓതുന്നത് വിശുദ്ധ ഖുർആനാണ്. ആ ഖുർആൻ ഓതുന്നതിലേക്ക് എനിക്ക് അല്ലാഹു തആല പ്രതിഫലം തരുമെന്നുള്ള പൂർണ്ണമായ ബോധ്യം നമുക്കുണ്ടാവണം. അതോടൊപ്പം തന്നെ നാളെ മഹ്ശറയിൽ നമ്മെ കൈപിടിക്കാൻ, നമുക്ക് ശഫാഅത്ത് ചെയ്യാൻ വിശുദ്ധ ഖുർആൻ ഉണ്ടാകുമെന്ന് മുത്തുനബി നമ്മെ പഠിപ്പിച്ചത് കാണാം. ആ ബോധ്യം നമുക്ക് വേണം. അതോടൊപ്പം തന്നെ ആത്മാർത്ഥമായിട്ട് നാം ഖുർആൻ പാരായണം ചെയ്യണം. ഖുർആൻ ഓതുന്ന സമയത്ത് അള്ളാഹുവിനിക്ക് വേണ്ടി എന്നുള്ള പൂർണ്ണമായ ഉദ്ദേശത്തോടു കൂടിയായിരിക്കണം അവൻ പാരായണം ചെയ്യേണ്ടത്. എൻ്റെ കടങ്ങൾ വീടണം, ഓതി നോക്കുക എന്നുള്ളൊരു ചിന്തയോടുകൂടിയാണ് നിങ്ങൾ ഓതുന്നതെങ്കിൽ ഇലാ യൗമിൽ ഖിയാമ നിങ്ങളുടെ കടം വീടില്ല. അതുകൊണ്ട് തന്നെ സൂറത്തുൽ വാഖിഅ വളരെ ശ്രദ്ധിച്ച് തജ്വീദിൻ്റെ നിയമങ്ങളൊക്കെ പരമാവധി പാലിച്ചുകൊണ്ട് തന്നെ ആയിരിക്കണം ഫാത്തിഹ, സൂറത്തുൽ വാഖിഅ നാം പാരായണം ചെയ്യേണ്ടത്. അപ്പോൾ നമുക്കതിനുള്ള ഫലവും ലഭിക്കും. അല്ലാഹു തആല തൗഫീഖ് നൽകുമാറാകട്ടെ. മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടെ നിന്ന് പഠിപ്പിച്ചു തന്ന സൂറത്താണ്. അതുകൊണ്ട് തന്നെ ഖുർആൻ ഓതുമ്പോഴുള്ള പ്രതിഫലം ലഭിക്കും. അതുപോലെ തന്നെ ഖുർആനിൻ്റെ ഷഫാഅത്ത് എനിക്ക് ലഭിക്കണം എന്ന ചിന്തയോടുകൂടി, അതോടൊപ്പം മുത്തുനബി നമുക്ക് പഠിപ്പിച്ചു തന്നതാണ് സൂറത്തുൽ വാഖിഅ, അത് ഐശ്വര്യത്തിൻ്റെ സൂറത്താണ് എന്ന്, ആ പ്രതിഫലം കൂടി എനിക്ക് ലഭിക്കണമെന്ന ഉത്തമമായ
പൂർണ്ണമായിരിക്കുന്ന ബോധ്യത്തോടെ ചിന്തയോടുകൂടി വേണം സൂറത്തുൽ വാഖിഅ നാം പാരായണം ചെയ്യാൻ. ബഹുമാനപ്പെട്ട അബ്ദുല്ലാഹിബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു ചരിത്രം അവിടുന്ന് നമുക്കറിയാം. മഹാനവറുകൾ ഇങ്ങനെ മരണത്തിൻ്റെ രോഗം വന്ന് മരണത്തോട് മല്ലടിച്ച് കിടക്കുമ്പോൾ മഹാനവറുകൾക്ക് പെൺകുട്ടികൾ മാത്രമാണുള്ളത്. അപ്പോൾ ബഹുമാനപ്പെട്ടവരോട് ബഹുമാനപ്പെട്ട അമീറുൽ മുഅ്മിനീൻ ഉസ്മാൻ ബിൻ അഫ്ഫാൻ റളിയല്ലാഹു അൻഹു അവിടുന്ന് ചോദിച്ചു, അബ്ദുല്ലാഹിബ്നു മസ്ഊദ് തങ്ങളെ, നിങ്ങൾക്ക് പൊതു ഖജനാവിൽ നിന്ന് വല്ലതും ഞാൻ നിങ്ങളുടെ കുടുംബത്തിന് വേണ്ടി അനുവദിച്ചു കൊടുക്കട്ടെയോ? നിങ്ങൾക്കൊക്കെ പെൺമക്കളല്ലേ ഉള്ളത് എന്ന് അവിടുന്ന് അബ്ദുല്ലാഹിബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹുവിനോട് ഉസ്മാൻ ബിൻ അഫ്ഫാൻ തങ്ങൾ ചോദിക്കുമ്പോൾ അവിടുന്ന് അബ്ദുല്ലാഹിബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു പറഞ്ഞ മറുപടിയുണ്ട്, വേണ്ട വേണ്ട, എനിക്കൊന്നും എൻ്റെ കുടുംബത്തിന് നിങ്ങളൊന്നും പൊതു ഖജനാവിൽ നിന്ന് അനുവദിച്ചു കൊടുക്കേണ്ടതില്ല. ഞാൻ അവർക്ക് സൂറത്തുൽ വാഖിഅ പഠിപ്പിച്ചു കൊടുത്തിട്ടുണ്ട്. മുത്തുനബി എനിക്ക് പഠിപ്പിച്ചു തന്നതാണ്. അത് ഞാൻ അവർക്ക് പഠിപ്പിച്ചു കൊടുത്തിട്ടുണ്ട്. അതവർക്ക് മതി എന്ന് അബ്ദുല്ലാഹിബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു മറുപടി പറഞ്ഞത് കാണാൻ കഴിയും. അതുകൊണ്ട് തന്നെ സൂറത്തുൽ വാഖിഅ നാം നമ്മുടെ ഭാര്യമാർക്കും നമ്മുടെ മക്കൾക്കുമൊക്കെ പഠിപ്പിച്ചു കൊടുക്കണം. മുത്തുനബിയുടെ ഹദീസിൽ നമുക്ക് കാണാം, അല്ലിമൂ നിസാഅക്കും സൂറത്തുൽ വാഖിഅ. നിങ്ങളുടെ ഭാര്യമാർക്ക് നിങ്ങൾ സൂറത്തുൽ വാഖിഅ പഠിപ്പിച്ചു കൊടുക്കണേ. ഭാര്യമാർക്ക് സൂറത്തുൽ വാഖിഅ പഠിപ്പിച്ചു കൊടുക്കണം. കാരണം ഭർത്താക്കന്മാർ ജോലിക്ക് പോയി ഒരുപക്ഷെ ഇശാ മഗ്‌രിബിനിടയിൽ വീട്ടിലേക്ക് എത്താൻ കഴിയാത്തവരായിരിക്കും. അതല്ലെങ്കിൽ എത്തിയാൽ തന്നെ അവരുടെ ജോലിയുടെ ക്ഷീണവും എല്ലാം കാരണം അവർക്ക് ചിലപ്പോൾ കൂടുതൽ ഓതാൻ സമയം കിട്ടിയില്ല എന്ന് വരും. അതുകൊണ്ട് തന്നെ നമ്മുടെ പ്രിയപ്പെട്ട സഹോദരിമാർ ഇശാ മഗ്‌രിബിനിടയിൽ നിർബന്ധമായും സൂറത്തുൽ വാഖിഅ പാരായണം ചെയ്യണം. മാത്രവുമല്ല മുത്തുനബി അവിടെ നിന്ന് പറഞ്ഞു, അല്ലിമു ഔലാദക്കും, നിങ്ങളുടെ മക്കളെ കൂടി നിങ്ങൾ പഠിപ്പിക്കണേ, സൂറത്തുൽ വാഖിഅ പഠിപ്പിക്കണേ എന്ന് മുത്തുനബി പഠിപ്പിച്ചത് കാണാൻ കഴിയും. അതുകൊണ്ട് തന്നെ പ്രിയപ്പെട്ട ഭാര്യമാരും പ്രിയപ്പെട്ട സഹോദരിമാരും പ്രിയപ്പെട്ട കുഞ്ഞുങ്ങളെയൊക്കെ സൂറത്തുൽ വാഖിഅ ഓതി പഠിപ്പിക്കുക. അക്ഷരങ്ങളൊക്കെ തെറ്റാതെ വളരെ ശ്രദ്ധിച്ചുകൊണ്ട് സൂറത്തുൽ വാഖിഅ പാരായണം ചെയ്യണം. സൂറത്തുൽ വാഖിഅയുടെ മറ്റൊരു പേരാണ് സൂറത്തുൽ ഐന എന്നുള്ളത്. അത് മുത്തുനബി നമുക്ക് പഠിപ്പിച്ചു തന്ന സൂറത്താണ്. അതുകൊണ്ട് തന്നെ ആ ഒരു ചിന്തയോടുകൂടി ആത്മാർത്ഥമായി നാം പാരായണം ചെയ്യുക. അല്ലാഹു സുബ്ഹാനഹു തആല നമ്മുടെ എല്ലാ പ്രയാസങ്ങളും തീർത്തു തരും. രോഗങ്ങളെ കൊണ്ട് പ്രയാസപ്പെടുന്ന ഒരാളാണോ എങ്കിൽ അവനിക്ക് എൻ്റെ രോഗത്തിൽ നിന്ന് മോചനം ലഭിക്കണമെന്ന ചിന്തയോടുകൂടി ആത്മാർത്ഥമായി സൂറത്തുൽ വാഖിഅ പാരായണം ചെയ്തു നോക്കൂ. അവൻ രോഗത്തിൽ നിന്ന് മുക്തനാകും. അള്ളാഹുവിൻ്റെ പ്രത്യേകമായിരിക്കുന്ന കാവൽ അവനിക്ക് ലഭിക്കും. സൂറത്തുൽ വാഖിഅ പാരായണം ചെയ്താൽ അവൻ്റെ വീട്ടിൽ അള്ളാഹുവിൻ്റെ കാവൽ ലഭിക്കും. സൂറത്തുൽ വാഖിഅ പാരായണം ചെയ്താൽ. അതുകൊണ്ട് തന്നെ നമ്മുടെ ജീവിതത്തിൽ ഒരിക്കലും സൂറത്തുൽ വാഖിഅ നാം നഷ്ടപ്പെടുത്തരുത്. എല്ലാ ദിവസവും സൂറത്തുൽ വാഖിഅ പാരായണം ചെയ്യാൻ വേണ്ടി നാം ശ്രമിക്കണം. അല്ലാഹു തആല നമുക്ക് തൗഫീഖ് നൽകുമാറാകട്ടെ. ഒരുപാട് ആളുകൾ പല സമയങ്ങളിൽ ദുആ കൊണ്ട് വസിയത്ത് ചെയ്തവരുണ്ട്. എല്ലാവരുടെയും എല്ലാ ഹലാലായ ഉദ്ദേശങ്ങളും അല്ലാഹു തആല സാധിപ്പിച്ചു കൊടുക്കുമാറാകട്ടെ. കടങ്ങളെ കൊണ്ട് പ്രയാസപ്പെടുന്നവർ, രോഗങ്ങളെ കൊണ്ട് പ്രയാസപ്പെടുന്നവർ, ഇങ്ങനെ പല വിവിധ ഉദ്ദേശങ്ങൾ പറഞ്ഞുകൊണ്ട് ദുആ ചെയ്തവരുണ്ട്. എല്ലാവർക്കും അല്ലാഹു തആല എല്ലാ ഉദ്ദേശങ്ങളും സാധിപ്പിച്ചു കൊടുക്കുമാറാകട്ടെ. രോഗങ്ങളെ കൊണ്ട് പ്രയാസപ്പെടുന്നവരുടെ രോഗങ്ങൾ അല്ലാഹു തആല ആജിലും മർളിയുമായ ശിഫാ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മുടെ ഇബാദത്തുകളൊക്കെ പൂർണ്ണമായി അല്ലാഹു തആല സ്വീകരിക്കുമാറാകട്ടെ. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. വീഡിയോ നിങ്ങളെല്ലാവരിലേക്കും ഷെയർ ചെയ്ത് കൊടുക്കണമെന്നൊരിക്കൽ കൂടി ഓർമ്മപ്പെടുത്തി മറ്റൊരു വീഡിയോയിൽ മറ്റൊരു വിഷയവുമായി നമുക്ക് വീണ്ടും കാണാം. സ്നേഹത്തോടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.